വേണം. ആരൊക്കെ ഉസ്താദുമാരെ ധിക്കരിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഉസ്താദുമാരെ ചീത്ത വിളിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഉസ്താദുമാരെ കോടതി കയറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ, അവരൊക്കെ വളരെ നിന്ദ്യരായിട്ടാണ് ഈ ദുനിയാവിൽ പോലും നമുക്ക് കാണാൻ വേണ്ടി സാധ്യമാകുന്നതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, കാര്യം കുറച്ച് ഗൗരവമുള്ളതാണ്. ഉസ്താദുമാരുടെ പൊരുത്തമുണ്ടാവണം. ഇനിയോ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ പഠിപ്പിക്കുന്ന സമയം, അന്ന് കണ്ണിയത്ത് ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. അപ്പോ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഫൈസി ബിരുദം എടുക്കാൻ വേണ്ടി വന്ന പണ്ഡിത വിദ്യാർത്ഥികൾ ഇങ്ങനെ ക്ലാസ് റൂമിൽ കിതാബ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇരിക്കാൻ. അപ്പോ കണ്ണിയത്ത് ഉസ്താദ് പറയുന്നു, എല്ലാവരും കിതാബ് പൂട്ടി വെക്കുക. അവരെല്ലാരും കിതാബ് പൂട്ടി വെച്ചു. ശേഷം കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അഥവാ എനിക്ക് അലിഫ് പഠിപ്പിച്ചു തന്നത് എന്റെ അയൽപക്കത്തുള്ള ഒരു ഉമ്മാമയാണ്. കേൾക്കണേ മക്കളെ, കല്ലവിടെ വയ്യ, കല്ലിങ്ങള് കയ്യിലുണ്ടായാലും അടങ്ങാറാണ്. എന്തെങ്കിലും പ്രഭാഷണം കൊളായിട്ടാണ് അന്നേരങ്ങൾ എറിയാൻ തുടങ്ങി. അവ ഇത് കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ താഴെ എടുക്കുന്ന സമയം കൂടെ നമുക്ക് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാം. പിന്നെ ഏതായിരുന്നാലും കണ്ണിയത്ത് ഉസ്താദ് പറയാണ്, പിന്നെ എല്ലാവരും കിതാബ് കൂട്ടി വെക്കുക. എന്നിട്ട് പറയുന്നു, എനിക്ക് അലിഫ് പഠിപ്പിച്ചു തന്ന എന്റെ അയൽപക്കത്തുള്ള ഉമ്മാമ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. ആ ഉമ്മാമയുടെ ആണ്ടുദിനമാണ് ഇന്ന്. അതുകൊണ്ട് എല്ലാവരും ആ ഉമ്മാമാക്ക് വേണ്ടി യാസീൻ ഓതൂ എന്ന്. അങ്ങനെ എല്ലാവരും യാസീൻ ഓതാൻ തുടങ്ങി. ഓതി പൂർത്തിയായപ്പോ കണ്ണിയത്ത് ഉസ്താദ് ദീർഘമായി ദുആ നടത്തുന്നു. ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നതെന്നറിയോ? തന്നെ ദറസ് പഠിപ്പിച്ച, പതിറ്റാണ്ടുകളോളം ദറസ് പഠിച്ച ഉസ്താദിന് വേണ്ടിയല്ല. പിന്നെയോ തന്റെ കോളേജിൽ തന്നെ പഠിപ്പിച്ച ഉസ്താദിന് വേണ്ടിയല്ല. പിന്നെയോ കേവലം തനിക്ക് അലിഫ് എന്ന അക്ഷരം പഠിപ്പിച്ചു തന്ന അയൽപക്കത്തുള്ള ഒരു ഉമ്മാമയെ ഓർത്തുകൊണ്ടാണ് യാസീനോദി ദുആ ചെയ്യുന്നതെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അലിഫേ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ എങ്കിലും അതും നിന്റെ ഉസ്താദാണ്. ആദരിക്കണേ, ബഹുമാനിക്കണേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അവരുടെ പൊരുത്തമാണ് നമ്മുടെ വിജയത്തിന്റെ നിദാനമെന്ന് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ഇതേ കണ്ണി